ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ അഗ്രികൾച്ചറൽ ഇക്കണോമിക്സിനെ കുറിച്ചാണ് ഇൻട്രൊഡക്ഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ്. അപ്പോൾ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ് ഫൈൻഡ് ടു സീക്ക് റെലവൻസ് ബിറ്റ്വീൻ കോസ് ആൻഡ് ഇഫക്റ്റ് യൂസിങ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് മെത്തേഡ്സ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് മോഡൽസ്. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ അഗ്രികൾച്ചർ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കാര്യത്തിലായാലും പ്രോഗ്രാമിംഗ് മോഡൽസിൻ്റെ കാര്യത്തിലായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് യൂസസ് തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ഇക്കണോമിക്സ് ടു പ്രൊവൈഡ് ആൻസേഴ്സ് ടു ദ പ്രോബ്ലം ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ്. അപ്പോൾ ഇതിൽ തിയററ്റിക്കൽ കൺസെപ്റ്റ്, ഇക്കണോമിക്സിൽ തിയററ്റിക്കൽ കൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ എന്തിനു ചെയ്യുന്നത്, പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ്, അതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ് ഈസ് എൻറിച്ച്ഡ് ഇൻ മെനി ഡയറക്ഷൻ ആൻഡ് ഫീൽഡ് ടേക്കിംഗ് ദ റെലവൻറ്റ് ടൂൾസ് ഓഫ് സയൻസ്, particularly mathematics and statistics. Agricultural depression which occurred in last quarter of 19th century and middle 20th century. Agriculture is the integral part of world food system, having the foundation link between crop and animal production system. ഇന്ന് നമുക്ക് ലോകത്തിലെ എല്ലാവർക്കും ആവശ്യമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് നമുക്ക് തരുന്നതാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഫുഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നു. അഗ്രികൾച്ചർ ഇക്കണോമിക്സ് ഹിയർ ഹാവ് ടു പ്ലേ മേജർ റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻട്രിക്കേസീസ് ഇൻവോൾവ് ഇൻ ദ ഫൗണ്ടേഷൻ സിസ്റ്റം. പ്രൊഡക്ഷൻ ഇക്കണോമിക്സ്, ഫാം മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ ഇക്കണോമിക്സ്, ഫാം മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. സ്റ്റുഡൻസ് ഓഫ് വേരിയസ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ് ആർ ടോട്ട് ദ സബ്ജക്റ്റ് ഡിസിപ്ലിൻ മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്, അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ ഇക്കണോമിക്സ്, ഫാം മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എക്സെട്ര ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇക്കോണമിയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഫുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫുഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ സിസ്റ്റം ഒരു മേജർ ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നാച്ചർ ഓഫ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ് ആണ്. അഗ്രികൾച്ചർ ഇക്കണോമിക്സിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ദ ഫോർഗോയിങ് ഡെഫിനിഷൻ ഇൻഡിക്കേറ്റ് ദ സ്കോപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ് ആസ് ഗിവൺ ദ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ അഗ്രികൾച്ചറിൻ്റെ ഡെഫിനിഷൻസ് പറഞ്ഞു അല്ലേ, കുറേ ആളുടെ ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അഗ്രികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്കോപ്പൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കോമൺ തീം ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ചോയ്സ് യൂസേഴ്സ് ആൻഡ് ആൾമോസ്റ്റ് all of the definition. Agriculture economics is not different from the general economics. All the tools of analysis used in general economics are employed in agriculture economics. Study at the micro and macro level for the agriculture sector is also generally made. Static and dynamic analysis are also relevant for the agriculture sector of the economy. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡെഫിനിഷൻസ് പോയിൻ്റ് ഔട്ട് ദാറ്റ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ് എക്സാമിൻ ഹൗ എ ഫാർമർ ചൂസസ് വേരിയസ് പ്രോസസ്, പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്പ്, റൈസിംഗ് ഓഫ് കാറ്റിൽ ആൻഡ് ഹൗ ചൂസസ് വേരിയസ് ആക്ടിവിറ്റീസ് ഓൺ ദ സെയിം എൻ്റർപ്രൈസസ്. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഡെഫിനിഷൻസിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫാർമർ എങ്ങനെയാണ് പല പ്രോസസ്സുകളിലൂടെ പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ കാറ്റിൽസ് അതൊക്കെ ചൂസ് ചെയ്ത് ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയാണ് നടക്കുന്നതൊക്കെ നമുക്ക് കാണിക്കുന്നു. അഗ്രികൾച്ചർ ഇക്കണോമിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഓൺലി ദ ബിഹേവിയർ ഓഫ് ഫാർമർ അറ്റ് ദ ഫാം ലെവൽ, ദാറ്റ് ഈസ് ഇൻ വേ the micro analysis agricultural problem have a macro aspect as well. അപ്പോൾ അതിലൊരു ഫാർമർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫാർമർ ഒരു ഫാമിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രമല്ല അഗ്രികൾച്ചർ ഇക്കണോമിക്സിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളും മാക്രോ ലെവൽ ആസ്പെക്ട്സ് ആണ് അതിൽ വരുന്നത്, മൈക്രോ മാത്രമല്ല. സച്ച് പ്രോബ്ലംസ്, their origin, their impact and their solution are the entire subject matter of agriculture economics. Scope of agriculture economics larger than mere economizing of resources. Agriculture, as we know, an important sector of the overall economy. Mutual dependence of the various sectors of the economy on which other is well established. Growth of one sector is necessary for the growth of the other sector. Okay, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലെവീസ് മോഡലാണ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അഗ്രികൾച്ചർ ഇക്കണോമിക്സ് നോട്ട് ഓൺലി ഡെവലപ്പ് കൺസേണിങ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ഇൻ അഗ്രികൾച്ചർ പ്രോപ്പർലി ബട്ട് ഓൾസോ എക്സാമിൻ ദ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് ദ ഔട്ട്ഫ്ലോ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ടു അതർ സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി അബൌട്ട് ദ ഫ്ലോ ഓഫ് ദീസ് റിസോഴ്സസ് ഫ്രം അതർ സെക്ടേഴ്സ് ഇൻ ടു ദ അഗ്രികൾച്ചർ സെക്ടർ ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൽ അഗ്രികൾച്ചർ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മോഡൽസ്, അതിൽ ഫസ്റ്റ് മോഡലാണ് ലെവീസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലെവീസ് മോഡൽ എന്ന് പറഞ്ഞു വെച്ചാൽ, ദ ലെവീസ് മോഡൽ
of development focus on the structural transformation of a primarily subsistence economy through the process of surplus labor from subsistence agriculture sector to modern urban industrial sector. അപ്പോൾ തിയറി വാസ് ഡെവലപ്ഡ് ബൈ നോബൽ ലോറേറ്റ് ഓർദർ ലെവി ഇൻ 1954. 1954 നോബൽ സമ്മാനം ജേതാവായ ഓർദർ ലെവി കൊണ്ടുവന്ന തിയറിയാണ് ലെവി മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ സെക്ടർ ടു മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇനി അതിൻ്റെ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അസംഷൻ പറയുന്നത് ദ ഇക്കോണമി കൺസിസ്റ്റ് ഓഫ് 2 സെക്ടർ. ഇക്കോണമിയിൽ 2 സെക്ടർ ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ സെക്ടറും 2 മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടറും. ഇങ്ങനെ 2 സെക്ടറാണ് ഇക്കോണമിയിൽ ഉള്ളതെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ അസംഷൻ ട്രഡീഷണൽ സെക്ടർ ഈസ് ഓവർ പോപ്പുലേറ്റഡ് വിത്ത് സീറോ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ട്രഡീഷണൽ സെക്ടർ പാരമ്പര്യമായിട്ടുള്ള മേഖല എന്ന് പറയുമ്പോൾ അവിടെ ഓവർ പോപ്പുലേഷൻ ഉണ്ട്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. മൂന്നാമത്തെ അസംഷൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ പ്രൊഡക്ടിവിറ്റി. ആധുനിക വ്യവസായ മേഖല നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും. നാലാമത്തെ സബ്സിസ്റ്റൻസ് സെക്ടർ ഡസ് നോട്ട് മേക്ക് ദ യൂസ് ഓഫ് റീപ്രൊഡ്യൂസിബിൾ ക്യാപിറ്റൽ വൈൽ ദ മോഡേൺ സെക്ടർ വാസ് ക്യാപിറ്റൽ. സബ്സിസ്റ്റൻസ് സെക്ടർ മേക്ക് ദ യൂസ് ഓഫ് റീപ്രൊഡ്യൂസിബിൾ ക്യാപിറ്റൽ വൈൽ മോഡേൺ സെക്ടർ വാസ് ക്യാപിറ്റൽ. അടുത്തത് സപ്ലൈ ഓഫ് ലേബർ ടു ഇൻഡസ്ട്രിയൽ സെക്ടർ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇങ്ങനെ 5 അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ലെവി അദ്ദേഹത്തിൻ്റെ മോഡൽ എന്ത് ചെയ്യുന്നത്? ആർഗ്യൂ ചെയ്യുന്നത്. ലെവീസ് ആർഗ്യൂസ് ദാറ്റ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ സച്ച് എ ലേബർ സർപ്ലസ് ഇക്കോണമി ത്രൂ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് സർപ്ലസ് ലേബർ ഫ്രം ദ ഇൻസിസ്റ്റൻസ് അഗ്രികൾച്ചർ സെക്ടർ ടു മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടർ അറ്റ് ദ കോൺസ്റ്റൻറ്റ് അർബൻ വേജ് റേറ്റ്. ലെവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലേബർ സർപ്ലസ് ഉണ്ടാകുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുക. സർപ്ലസ് ലേബർ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഇൻസിസ്റ്റൻസ് അഗ്രികൾച്ചർ സെക്ടർ സെക്ടറിൽ നിന്ന് മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക്. അങ്ങനെയാണെങ്കിലാണ് വേജ് റേറ്റ് ഇൻ അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടർ റിമെയിൻ കോൺസ്റ്റൻറ്റ് സോ ലോങ് ആസ് ദ സപ്ലൈ ഓഫ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ലേബർ ഹൂ ആർ ഹാവിംഗ് സീറോ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇൻ ദ ട്രഡീഷണൽ സെക്ടർ ക്യാൻ ബി ഗെയിൻഫുള്ളി എംപ്ലോയിഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ കുറവുള്ളവർക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുമ്പോൾ അവിടെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ആൻഡ് ഏൺ വേജ് റേറ്റ് ഈക്വൽ ടു ദർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള വേജ് റേറ്റ് അവർക്ക് ഏൺ ചെയ്യാൻ കഴിയുമെന്നാണ് ലെവി അദ്ദേഹത്തിൻ്റെ മോഡലിൽ പറയുന്നത്. അപ്പോൾ ലെവിയുടെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ചിത്രം കാണിക്കുന്നത്. അറ്റ് ദ കോൺസ്റ്റന്റ് അർബൻ വേജ് റേറ്റ് സപ്ലൈ കർവ് ഓഫ് ലേബർ ടു ദ മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്സ്. ദ ലെവീസ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ 2 സെക്ടർ ഇക്കോണമി ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ്. ആ ഗ്രാഫിൽ ലെവിയുടെ 2 സെക്ടർ ഇക്കോണമിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇൻ ദ ഫിഗർ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഈസ് ഇൻഷ്യൂർഡ് അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. റിയൽ വേജസ് മെഷേഴ്സ് അലോങ് ദ വെർട്ടിക്കൽ ആക്സിസിൽ ലേബറും മറ്റേതിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ലേബറും മെഷർ ചെയ്തിരിക്കുന്നു. റിയൽ വേജും അത്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് OW ഈസ് അറ്റ്ലീസ്റ്റ് 30% ഹയർ ദാൻ OA. OW ആ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും OW എന്നുള്ളത്. ഓക്കെ, ഇറ്റ് അസ്യൂം ദാറ്റ് OW ഈസ് അറ്റ്ലീസ്റ്റ് 30% ഹയർ ദാൻ OA. D1 D2 D2 D3 ആർ ദ ഡിമാൻഡ് കർവ് ഫോർ ലേബർ ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. വ്യവസായിക മേഖല ഡിമാൻഡ് കർവാണ് D1 എന്നതും D2 D3 എന്നത്. SL ഈസ് ദ സപ്ലൈ കർവ് ഓഫ് ലേബർ ടു ദ മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. SL എന്ന് പറയുന്നത് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ സപ്ലൈ കർവാണ്. അക്കോർഡിംഗ് ടു ലെവി ദർ ഈസ് സർപ്ലസ് ലേബർ ഇൻ ദ ട്രഡീഷണൽ സെക്ടർ. ഇൻ ദിസ് സെൻസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് 0 ആൻഡ് റൂറൽ റീഡ് വേജ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ആവറേജ് പ്രോഡക്റ്റ്. ഇനീഷ്യലി ഡിമാൻഡ് കർവ് ഫോർ ലേബർ ഇൻ ദ മോഡേൺ സെക്ടർ ഈസ് D1 വിച്ച് ഈസ് ആൾസോ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഓഫ് ലേബർ. ദ മോഡേൺ പ്രോഫിറ്റ് മാക്സിമൈസിംഗ് സെക്ടർ ഇനീഷ്യലി ഹയസ്റ്റ് OL1. ചിത്രം നോക്കുക, OL1 എന്നുള്ളത് കാണാം നമുക്ക്. ടു point where the marginal product is equal to real wage. In figure demand curve for labor D1 intersect the labor supply curve at point E എന്നുള്ള പോയിന്റിൽ വെച്ചിട്ടാണ് ഡിമാൻഡ് കർവ് D1 അതുപോലെ സപ്ലൈ കർവും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എബോവ് പ്രോസസ് ഓഫ് ഗ്രോത്ത് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് എംപ്ലോയ്മെന്റ് എക്സ്പാൻഷൻ വിൽ കണ്ടിന്യൂ ടിൽ ആൻഡ് ദ സർപ്ലസ് ലേബർ ഫ്രം ദ ട്രഡീഷണൽ സെക്ടർ അബ്സോർബ്ഡ്. ആഫ്റ്റർ ദ എക്സോഷൻ ഓഫ് സർപ്ലസ് ലേബർ അഡീഷണൽ വർക്കേഴ്സ് can withdrawn from the agriculture sector only at a higher wage rate. Structural transformation of the economy will have taken place by this time. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്രിറ്റിസിസം ഓഫ് ലെവീസ് മോഡലാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ലേബർ സേവിങ് ക്യാപിറ്റൽ അക്കോമുലേഷൻ. ദ തിയറി അസ്യൂം ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് വിൽ റീഇൻവെസ്റ്റ് ദർ പ്രോഫിറ്റ് വിച്ച് ലെഡ് ടു എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ മോഡേൺ സെക്ടർ. ബട്ട് ഇഫ് ദ ക്യാപിറ്റലിസ്റ്റ് റീഇൻവെസ്റ്റ് ദർ പ്രോഫിറ്റ് ഇൻ മോർ സോഫിസ്റ്റിക്കേറ്റഡ് ലേബർ സേവിങ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് ഓർ ടെക്നോളജി നോട്ട് ലീഡ് ടു എക്സ്പാൻഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ദിസ് കൈൻഡ് ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് വിൽ ലീഡ് ടു റൈസ് ഇൻ ഓൺലി ഔട്ട്പുട്ട് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ്. ദ ഹോൾ തിയറി ബ്രേക്ക് ഡൗൺ. അപ്പോൾ ലെവിയുടെ മോഡലിൽ
ലേബർ സേവിങ് ക്യാപിറ്റൽ അക്കോമഡേഷനെ കുറിച്ച് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് അവരുടെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയണത്. എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും. പക്ഷേ അത് ശരിയല്ല എന്നാണ് ക്രിറ്റിസിസത്തിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിൻറ്റ്, urban wage rate not constant. The theory assumes that wage rate in urban industry sector is constant until the supply of labor is exhausted from the subsistence sector. അപ്പോൾ സബ്സിസ്റ്റൻസ് സെക്ടറിൽ നിന്ന് സർപ്ലസ് ആയത് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മാറ്റുമ്പോൾ അവിടുന്ന് വേജ് റേറ്റ് എന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് സങ്കല്പിക്കുന്നു. ലേബർ ഈസ് എക്സോസ്റ്റ്. തിയറി അസ്യൂം അർബൻ സെക്ടറിൽ കോൺസ്റ്റൻ്റ് സങ്കല്പിക്കുന്നു. പക്ഷേ ദിസ് ഈസ് അൺറിയലിസ്റ്റിക് ആസ് അർബൻ വേജ് കണ്ടിന്യൂസ് ടു റൈസ് ഡ്യൂ ടു ദ പ്രഷർ ഫ്രം പവർഫുൾ വർക്കേഴ്സ് യൂണിയൻസ്. അർബനിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ വേജ് റേറ്റ് കോൺസ്റ്റൻ്റ് ആവില്ല, അത് റൈസ് ചെയ്യുമെന്നാണ് ട്രേഡ് യൂണിയൻ്റെയൊക്കെ വർക്കിംഗ് യൂണിയൻ്റെയൊക്കെ പവർഫുൾ പ്രവർത്തനം കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നോട്ട് കോൺസ്റ്റൻറ്റ്. മൂന്നാമത്തെ പോയിൻ്റ്, ക്യാപിറ്റൽ ഫ്ലൈറ്റ്. തിയറി അസ്യൂം ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് വുഡ് റീഇൻവെസ്റ്റ് ദർ പ്രോഫിറ്റ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് അവരുടെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് തിയറി അസ്യൂം ചെയ്യുന്നത്. സോ ദ തിയറി ആർഗ്യൂ ദാറ്റ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് വുഡ് ലീഡ് ടു എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ബട്ട് ഇഫ് ദ ക്യാപിറ്റലിസ്റ്റ് ടെൻഡ് ദർ പ്രോഫിറ്റ് അബ്രോഡ് ആസ് ഫോം ഓഫ് ക്യാപിറ്റൽ ഫ്ലൈറ്റ്, ദെൻ ദ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ദ ഡൊമസ്റ്റിക് ഇക്കോണമി. നാലാമത്തെ പോയിന്റ്, സ്കിൽഡ് ലേബർ നോട്ട് എ ടെമ്പററി ബോട്ടിൽനെക്ക്. ലെവീസ് മോഡൽ അസ്യൂം ദാറ്റ് അൺസ്കിൽഡ് ലേബർ ക്യാൻ ബി ഗിവൺ ട്രെയിനിങ് ആൻഡ് സ്കിൽ ക്യാൻ ബി ഫോംഡ്. അൺസ്കിൽഡ് ആയിട്ടുള്ള പരിശീലനം ലഭിക്കാത്ത ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ സ്കില്ലാക്കിയിട്ട് ഫോം ചെയ്യാൻ പറ്റും. സോ ഹി കൺസിഡർ സ്കിൽഡ് ലേബർ ആസ് ടെമ്പററി ബോട്ടിൽനെക്ക്. അപ്പോൾ സ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് ടെമ്പററി ബോട്ടിൽനെക്കായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ടെമ്പററി എന്ന് വെച്ചാൽ എന്താ, താൽക്കാലികമായിട്ട് അല്ലേ. ഹവർ സ്കിൽ ഫോർമേഷൻ പ്രോസസ് as a serious problem and it take a long time and high cost to train the unskilled workers. അപ്പോൾ ഈ അൺസ്കിൽഡ് വർക്കേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, marginal productivity of labor not zero. Theory assume that marginal productivity of labor is zero in subsistence sector of overpopulated underdeveloped country. തിയറി മാർജിനൽ പ്രൊഡക്ടിവിറ്റി സീറോ എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അത് സീറോ ആയിരിക്കില്ല. ബട്ട് TW സെൽസ് ഡസ് നോട്ട് അഗ്രി വിത്ത് ലെവീസ് ആൻഡ് ഒപ്പീൻ ദാറ്റ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി മേ ബി ബട്ട് ലോ ബട്ട് നോട്ട് സീറോ. അത് കുറയാം പക്ഷെ ഒരിക്കലും സീറോ ആവില്ല എന്നാണ് ഇതിൻ്റെ ക്രിറ്റിസിസമായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ലെവീസ് മോഡലാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു മോഡൽ ഡിസ്കസ് ചെയ്യാം.